വചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. കരുണ ആഗ്രഹിക്കാത്തവർ ആരുണ്ട്? ഇന്ന് വളരെ പ്രചാരം ലഭിച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണല്ലോ കരുണയുടെ ജപമാല. നമ്മൾ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള പിഴവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പരാജയങ്ങൾ ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കരുണയുടെ പ്രാർത്ഥന. നമ്മുടെ വീഴ്ചകൾ നോക്കി നമുക്ക് ശിക്ഷകളും പരാജയങ്ങളും സംഭവിക്കാൻ ഇടവരരുത്. നമ്മുടെ കുറവുകൾക്കനുസരിച്ച് നമ്മൾ തകർന്നു പോകരുത്. കരുണ വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഇതാണ്. കരുണ ആഗ്രഹിക്കാത്തവർ ആരുമില്ല. ഇപ്പോൾ ചില ആളുകളൊക്കെ ഒരുപക്ഷെ കരുണയുടെ ജപമാല ചൊല്ലാത്ത ആളായിരിക്കാം. ഇങ്ങനെ പറയും, ഞാൻ ആരുടെയും കരുണയ്ക്ക് വേണ്ടിയൊന്നും അങ്ങനെ യാചിക്കാറില്ല. ദൈവം പോലും എന്നോട് കരുണ കാണിക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. കരുണയ്ക്ക് വേണ്ടി അങ്ങനെ യാചിച്ചു നിൽക്കുന്ന ഒരു ഭിക്ഷക്കാരനല്ല ഞാൻ എന്നൊക്കെ പറയുന്നവരുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെ പറയുന്ന ഏത് വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയുടെ ജീവിതത്തിലെ ചെറിയ സംഭവങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ ആ വ്യക്തി കരുണയ്ക്കായി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് തെളിയിക്കാനാകും. ഉദാഹരണം പറഞ്ഞാൽ, ലോകത്തിലെ ഏത് വ്യക്തിയാണ്, വലിയൊരു ഭരണാധികാരിയാകട്ടെ, ഉന്നത സ്ഥാനീയനാകട്ടെ, വലിയ സ്ഥാനമാനങ്ങളും സമ്പത്തുമുള്ള ആളാകട്ടെ, ലോകത്തിലെ ഏതൊരു വ്യക്തിയാണ് തനിക്ക് പണ്ട് പറ്റിയിട്ടുള്ള തെറ്റുകൾ കുറവുകളൊക്കെ ആളുകൾ അതറിയാവുന്നവർ, ഒരുപക്ഷെ ജീവിത പങ്കാളി അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർ നാട്ടുകാരോട് വിളിച്ചു പറയുന്നതിൽ സന്തോഷമുള്ളത്? ആരും ഉണ്ടാവില്ല. ഒരു വലിയ കൊമ്പൻ മീശക്കാരനായ ഭർത്താവാണെങ്കിലും തൻ്റെ ഭാര്യ തനിക്ക് പറ്റിയ ഒരബദ്ധവും താൻ കാണിച്ച ഒരു വീഴ്ചയും നാട്ടുകാരോടൊക്കെ വിളിച്ചു പറയരുതെന്ന് ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം തൻ്റെ മീശ പിരിച്ച് കാണിച്ചാണ് ഭാര്യയെ ഒരുപക്ഷെ ഇതൊക്കെ പറയാതെ ഇരിക്കുന്നതെങ്കിലും മീശ പിരിക്കുന്നതിലൂടെ അദ്ദേഹം ആ ഭാര്യയോട് അഭ്യർത്ഥിക്കുന്നത് അവരുടെ കരുണയാണ്. യഥാർത്ഥത്തിൽ എൻ്റെ പാപങ്ങൾ അതിനനുസരിച്ച് വിളിച്ചു പറയരുതെന്നും മറ്റുള്ളവർ അറിയരുതെന്നും പരിഗണിക്കപ്പെടരുതെന്നും ഒരാൾ ആഗ്രഹിക്കുന്നിടത്താണ് അയാൾ തന്നോട് തന്നെ എനിക്ക് കരുണ ആവശ്യമുണ്ട് എന്ന് പറയുന്ന സന്ദർഭമുണ്ടാകുന്നത്. നമ്മളുടെ ജീവിതത്തിൽ ഞാൻ ചെയ്ത കുറ്റങ്ങൾ മറ്റുള്ളവർ വിളിച്ചു പറയരുതെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും, എൻ്റെ പരദൂഷണം മറ്റൊരാൾ പറയരുത് എന്നാഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ലോകത്തോട് വിളിച്ചു പറയുന്നത് എനിക്ക് കരുണ ആവശ്യമുണ്ടെന്നാണ്. എന്നെ നിങ്ങൾ എൻ്റെ കുറ്റത്തിനനുസരിച്ച് പരിഗണിക്കരുതെന്നാണ്. നമുക്ക് കരുണ വേണമെങ്കിൽ എന്തു ചെയ്യണമെന്ന് യേശുക്രിസ്തു പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ കരുണ വേണ്ടത് ദൈവത്തിൽ നിന്ന് തന്നെയാണ്. ദൈവം നമ്മളോട് കരുണ കാണിച്ചാൽ ഈ ലോകത്തിലെ മറ്റേതൊരു വ്യക്തി നമ്മളോട് കരുണ കാണിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ആ വക്രത്തിൽ നിന്ന്, ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുക തന്നെ ചെയ്യും. കർത്താവായ യേശു കരുണ നേടുവാനുള്ള ഒരു വലിയ ഉപദേശം നമുക്ക് തരുന്നുണ്ട്. നമുക്കറിയാം, സഭയിൽ കരുണയുടെ ജപമാലയൊക്കെ ഉണ്ട്. കരുണ വാങ്ങിക്കാൻ ദൈവത്തോട് നമ്മൾ നിരന്തരമായി ചോദിക്കുമ്പോൾ ദൈവം കരുണ തരും. എന്നാലും കരുണയുടെ ജപമാല ചൊല്ലണമെങ്കിൽ പോലും ഉണ്ടാകേണ്ട ഒരു അടിസ്ഥാന യോഗ്യത ഇതാണെന്ന് വേണമെങ്കിൽ, ഈ വചനമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യം. കാര്യം ദൈവം കരുണ തരണമെങ്കിൽ എങ്ങനെയാണ് ആ കരുണ കിട്ടുക എന്ന് ഇവിടെ കൃത്യമായി പറയുകയാണ്. മത്തായി 5:7, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പോൾ നമുക്ക് കരുണ വേണോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം കരുണ വേണം എന്ന ആഗ്രഹമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമുക്ക് കരുണ വേണമോ? യഥാർത്ഥത്തിൽ ദൈവത്തിന് കരുണ വേണമോ? കരുണയുടെ ജപമാല ചൊല്ലാം. പക്ഷേ ആ ജപമാല ചൊല്ലുവാനും ഒരടിസ്ഥാനമായിട്ടുള്ള യോഗ്യത കർത്താവ് വയ്ക്കുകയാണ്. അതിതാണ്, നിന്നോട് തെറ്റു ചെയ്തവരോട് നീ ക്ഷമിക്കേണ്ടവരോട്, നിനക്ക് പാപങ്ങൾ വ്യക്തമായി മനസ്സിലാക്കപ്പെട്ട അല്ലെങ്കിൽ നിനക്ക് മറ്റാരുടെയെങ്കിലും കുറ്റമറിയാമെങ്കിൽ, കുറവുകൾ അറിയാമെങ്കിൽ അവരോട് നീ കരുണ കാണിക്കുമ്പോൾ അടുത്ത നിമിഷം ദൈവം നിന്നോട് കരുണ കാണിക്കും. കർത്താവിൻ്റെ വാഗ്ദാനമാണിത്. നീ എപ്പോൾ കരുണ കാണിക്കുന്നു,
നിൻ്റെ ജീവിത പങ്കാളിയോട് നീ കരുണ കാണിക്കുമ്പോൾ നിനക്ക് കരുണ ലഭിക്കും. നിൻ്റെ ഭർത്താവിനോട്, ഭർത്താവിൻ്റെ വീട്ടുകാരോട് നീ കരുണ കാണിച്ചതിന് ശേഷം നീ കരുണയുടെ ജപമാല ചൊല്ലുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനമായ മത്തായി 5:7 കരുണ കാണിക്കുന്നവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് കരുണ ലഭിക്കും. അപ്പോൾ ആ വാഗ്ദാനം നമുക്ക് ലഭിക്കുവാൻ ഇടവരുന്നത് നമ്മളുടെ കരുണ ആർക്കാവശ്യമാണോ അവർക്ക് നമ്മളത് ഉദാരമായി നൽകുമ്പോഴാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഈ വലിയ വചനത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം. എങ്ങനെയാണ് നമുക്ക് കരുണയുള്ളവരാകുവാനായി സാധിക്കുക? കർത്താവ് നമ്മളോട് പറയുക, നിങ്ങളങ്ങനെ വെറുതെ ഒന്നും കരുണയുള്ളവരായി തീരേണ്ട കാര്യമില്ല. നിങ്ങൾ ഉന്നത പദവിയിൽ, ആരാണ് യഥാർത്ഥത്തിൽ കരുണ കാണിക്കുന്നത്? ഈ കരുണ കാണിക്കുന്നയാൾ എപ്പോഴും ആരോടാണോ കരുണ കാണിക്കുന്നത് അയാളേക്കാൾ മുകളിലെത്തുന്നു എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. നമ്മളെക്കാൾ നമ്മളുടെ കരുണ ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു വലിയ തടിയൻ, ഒരു വലിയ അഭ്യാസി, നാടിനെ മുഴുവൻ വിറപ്പിക്കുന്ന ഒരാൾ നടന്നു പോകുമ്പോൾ, പാളത്തിലൂടെ നടന്നു പോകുമ്പോൾ ട്രെയിൻ ഇടിച്ച് താഴെ വീണു, ബോധം കെട്ടു, പിന്നെ ബോധം വീഴുമ്പോൾ ഞരളുകയും ഒക്കെയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എഴുന്നേക്കാൻ പറ്റുന്നില്ല, കൈയൊടിഞ്ഞു, കാലൊടിഞ്ഞു. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതിനു മുമ്പ് ഇദ്ദേഹം മീശ കാട്ടി വിറപ്പിച്ചിരുന്ന നാട്ടിലെ 2-3 നരുന്ത് പിള്ളേർ അടുത്ത് വന്ന് നിൽക്കുന്നു. അദ്ദേഹം അവരുടെ മുഖത്തേക്ക് നോക്കുന്നു. ഇപ്പോൾ ആ 3 പേർക്ക് അവരോട് കരുണ കാണിക്കാൻ സാധിക്കും, ആ മനുഷ്യനോട് കരുണ കാണിക്കാൻ സാധിക്കും, അയാളെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോകുവാനായിട്ട് സാധിക്കും. ഒരു മനുഷ്യൻ താൻ ഭയങ്കര ഭീകരനാണ്, വലിയൊരു സാമൂഹ്യ പ്രവർത്തകനാണ്, അല്ലെങ്കിൽ സമൂഹത്തിലെ ഉന്നത സ്ഥാനീയനാണ്, എന്നാൽ ഒരു തെറ്റു ചെയ്തു. കണ്ടുപിടിച്ചത് ഒരു ഞാഞ്ഞൂല് പോലുള്ള ചെറുക്കനാണ്. എന്നാൽ ഈ ചെറുക്കൻ്റെ മുമ്പിൽ അദ്ദേഹം ആ നിമിഷം ചെറുതാവുകയും ആ ചെറുക്കൻ അദ്ദേഹത്തോട് കരുണ കാണിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ആരോടാണ് കരുണ കാണിക്കാൻ പറ്റുന്നത്? ആരാണോ ദുർബലപ്പെടുന്നത്, ദുർബലാവസ്ഥയിലായിരിക്കുന്നത്, അപ്പോൾ ആർക്കാണോ ബലമുള്ളത്, ആ ബലമുള്ള വ്യക്തിക്കാണ് കരുണ കാണിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എപ്പോഴും കരുണയുള്ളവരായിരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നൊരു സൂത്രമുണ്ട്, അതിനൊരു ബോധ്യമുണ്ട്. ആ ബോധ്യമാണ് ഞാൻ പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുക, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. കർത്താവ് നമ്മളോട് കരുണയുള്ളവരായിരിക്കാൻ പറയുന്നതിന് ഒരു വലിയ കാര്യമുണ്ട്. അതിൻ്റെ പിന്നിൽ നമ്മുടെ വലുപ്പമാണ്. എന്താണ് നമ്മളുടെ വലുപ്പം? നമ്മൾ ഈ ലോകത്തിൻ്റെ അധിപതിയായ ദൈവപിതാവിൻ്റെ മക്കളെന്ന വിശിഷ്ട സ്ഥാനത്തിരിക്കുന്നവരാണ്. ദൈവപിതാവിൻ്റെ മക്കളെന്ന വിശിഷ്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആ സ്ഥാനം തിരിച്ചറിയാതെ ജീവിക്കുന്ന, ആ സ്ഥാനത്തിൽ എത്തിപ്പെടാനാവാതെ നിൽക്കുന്ന മറ്റ് മനുഷ്യരോട് കാണിക്കുന്ന സ്നേഹഭാവമാണ് കരുണ. പ്രിയമുള്ളവരെ, നമ്മൾ കരുണ കാണിക്കുമ്പോൾ ആ സമയം നമ്മൾ കരുണയുള്ള ദൈവത്തിൻ്റെ മക്കളായി മാറുകയാണ്. കർത്താവിൻ്റെ വചനത്തിൽ വ്യക്തമായി അത് പറയുകയാണ്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവൻ, അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അത്യുന്നതനായ, അതായത് അത്യുന്നതൻ എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുവാൻ കാരണമുണ്ട്. കരുണ കൊടുക്കുവാൻ ഏറ്റവും യോഗ്യനായ വ്യക്തിയാണ് അത്യുന്നതൻ. അതായത് അദ്ദേഹത്തിന് മുകളിൽ മറ്റൊരാളില്ല, അദ്ദേഹത്തിന് മുകളിൽ വേറൊരാളില്ല. അത്യുന്നതനാണ്, ഏറ്റവും ഉന്നതനായ ലോകത്തിലെ ഏറ്റവും വലിയവനായ ദൈവം, അത്യുന്നതനായ ദൈവം. അവന് മാത്രമാണ്, അവന് മുകളിൽ അവനോട് കരുണ കാണിക്കാൻ ഇനി ആരുമില്ല. അത്രയ്ക്ക് ഔന്നിത്യമുള്ള ആ ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയാകുമ്പോൾ നമ്മളും ഔന്നിത്യത്തിലേക്ക് ഉയരുകയാണ്. അപ്പം അതുകൊണ്ട് ദൈവം പറയുന്നത്, നിങ്ങൾ ചെറുതാകാൻ വേണ്ടിയല്ല നിങ്ങൾ കരുണ കാണിക്കേണ്ടത്, പിന്നെയോ നിങ്ങൾ വലുതാകാൻ വേണ്ടിയാണ് നിങ്ങൾ കരുണ കാണിക്കേണ്ടത്. കരുണ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ സ്വയം വലിയവരാവുകയാണ്. ഒരിക്കൽ ഒരു രാജാവും രാജാവിൻ്റെ ആളുകളും സുഹൃത്തുക്കളും ഒക്കെ കൂടി കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ഈ കപ്പൽ
ഒരു ദ്വീപിനടുത്ത് വെച്ച് അപകടത്തിൽപ്പെട്ട് സകലരും ഈ ദ്വീപിലേക്ക് നീന്തി കയറുകയാണ്. അപ്പോൾ അക്കൂട്ടത്തിലെ ചില ആളുകൾ പറഞ്ഞു, ഇപ്പോൾ ഈ രാജാവും നമ്മളും ഒരുപോലെയായി. കാരണം അധികം കപ്പലുകൾ ഇല്ലാത്ത ഒരു കാലമാണ്. ഈ കാലഘട്ടത്തിൽ രാജാവിൻ്റെ സമ്പത്തിൻ്റെ ഭാഗമായ ഒരു കപ്പൽ ഉപയോഗിച്ച് അവർ കടലിൽ യാത്ര ചെയ്യുമ്പോൾ ആ കപ്പൽ തകർന്നൊരു ദ്വീപിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഇനി സാധാരണഗതിയിൽ കഴിവതും ആ ദ്വീപിൽ തന്നെ കഴിയേണ്ടി വരും. തീർന്നു രാജാവിൻ്റെ രാജപദവികളും എല്ലാം. കാരണം രാജാവിന് അപ്പോൾ ആകെ ഉണ്ടായിരുന്നൊരു സമ്പത്ത് ആ കപ്പലും അതിലുണ്ടായിരുന്ന വസ്തുക്കളുമാണ്. അതെല്ലാം പോയി. രാജാവ് സാധാരണക്കാരനായി ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഒരു ദ്വീപിൽ നീന്തിക്കയറുന്ന കാഴ്ചയാണ് ഈ ആളുകളെല്ലാം കാണുന്നത്. അതിൽ ചിലരൊക്കെ പിറുപിറുത്തു, രാജാവ് ഇപ്പോൾ ഒരു രാജാവല്ലാതായി, അദ്ദേഹം ഇപ്പോൾ ഒരു സാധാരണക്കാരനായി. പക്ഷേ അതിനുശേഷം അവർ ഓരോരുത്തരായി ആ ദ്വീപിൽ ജീവസന്ധാരണത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണ്. അപ്പോഴും ഈ രാജാവിനെ ആഗ്രഹിക്കുന്ന നിരവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. എങ്കിലും ഈ രാജാവിൻ്റെ ഒരു പ്രത്യേകത ജനങ്ങൾ തിരിച്ചറിയുന്നത് അവിടെ വെച്ചാണ്. ഈ രാജാക്കന്മാരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത അറിയാൻ സാധിക്കും. തൻ്റെ പ്രജകളോടൊപ്പം രാജാവും ഒരപകടത്തിൽപ്പെട്ടാൽ, യഥാർത്ഥത്തിലുള്ള ഒരു രാജാവാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു കൊട്ട പഴം കിട്ടിയാൽ ഈ പഴം അദ്ദേഹം തൻ്റെ പ്രജകൾക്ക് കൊടുക്കും. കാരണം അങ്ങനെയാണ്. അദ്ദേഹം ഒരിക്കലും തൻ്റെ വിശപ്പടക്കിയിട്ട് ബാക്കി കൊടുക്കാം എന്ന് ചിന്തിക്കില്ല. അങ്ങനെ ഈ ജനങ്ങൾ പോകുമ്പോൾ രാജാവിന് എന്തെങ്കിലും കിട്ടിയാൽ അദ്ദേഹം ജനങ്ങളുടെ കൂട്ടത്തിൽ വയസ്സുള്ള ചിലർക്ക് തണുത്തപ്പോൾ തൻ്റെ മേലങ്കി ആ വ്യക്തിക്ക് ദാനം ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാൾക്ക് രോഗം വന്നപ്പോൾ തൻ്റെ അടുത്തൊരു വസ്തു തനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്നത് അയാൾക്ക് ദാനം ചെയ്തു. രാജാവിന് ഒരു അല്പം പഴങ്ങൾ കിട്ടിയാൽ രാജാവ് ആ കൂട്ടത്തിലെ ചെറുപ്പക്കാരായ ആളുകൾക്ക് ആ പഴങ്ങൾ കഴിക്കാൻ കൊടുത്തു. ഇങ്ങനെ രാജാവിൻ്റെ സ്വഭാവത്തിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. അപ്പോൾ രാജപദവികളെല്ലാം പോയാലും എന്തൊക്കെ ഇല്ലാതെയായാലും രാജാവ് രാജാവാണ് എന്ന ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങുകയാണ്. പിന്നീട് മറ്റൊരു കപ്പൽ വന്ന് അവരെ തിരിച്ച് കൊണ്ടുപോകുന്നൊരു ഭാഗ്യവും അവർക്കുണ്ടായി. അപ്പോഴും ഈ കൂട്ടത്തിലുണ്ടായിരുന്നവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നു, നമ്മൾ കരുതുന്നത് പോലല്ല, രാജാവ് എവിടെ പോയാലും രാജാവാണ്. ഇങ്ങനൊരു രാജാവിനെ നമ്മൾ കാണുന്നുണ്ട്. ആ രാജാവാണ് യേശു. അവൻ സ്വർഗത്തിലെ രാജാവാണ്. അവൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഈ ഭൂമിയിലുള്ള സാധാരണക്കാരായ ആളുകൾ അവൻ്റെ മേൽ ആധിപത്യം കാണിക്കാൻ തുടങ്ങി. അവനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചു. ഈ സമയങ്ങളിലെല്ലാം രാജാവ് തൻ്റെ ഗാംഭീര്യമുള്ള കാരുണ്യം നൽകുന്ന അവസ്ഥയിൽ നിന്ന് യാതൊരു മാറ്റവും കാണിച്ചില്ല. ഈ രാജാവിനെ ഈ ഭൂമിയിലുള്ള സാധാരണക്കാരനായ ഒരു ഗവർണർ മരണത്തിന് വിധിക്കുമ്പോഴും ഈ രാജാവിനെ സാധാരണക്കാരായ പടയാളികൾ, കോടാനുകോടി മാലാഖമാരുടെ സൈന്യങ്ങളുള്ള ഈ രാജാവിനെ സാധാരണക്കാരായ മർത്യന്മാരായ മരിച്ചു പോകുന്ന വെറും നിസാരന്മാരായ ഏതാനും പട്ടാളക്കാർ ചേർന്ന് കുരിശിൽ തറയ്ക്കുമ്പോഴും ഈ രാജാവിൻ്റെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകുന്നില്ല. രാജാവിനെ കുരിശിൽ തറച്ച് കൊല്ലുന്ന സമയത്ത് ഈ രാജാവ് കുരിശിൽ കിടന്ന് തൻ്റെ പിതാവായ അത്യുന്നതനായ ദൈവത്തോട് പറയുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ, കരുണ കാണിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് യേശു കരുണ കാണിച്ചത്? കാരണം യേശു അത്യുന്നതനാണ്. യേശുവിന് തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ അനുഭവങ്ങൾക്കനുസരിച്ച് തൻ്റെ പദവി താഴ്ത്താനാവില്ല, തൻ്റെ സ്വഭാവം മാറ്റാനാവില്ല. കരുണ കാണിക്കുക എന്നത് ദൈവപുത്രന്മാരുടെ സ്വഭാവമാണെങ്കിൽ ദൈവപുത്രൻ്റെ ഔന്നത്യത്തിലെത്തിയ ഒരാൾ കരുണ കാണിച്ചു കൊണ്ടേയിരിക്കും. അത് തന്നോട് ദ്രോഹിക്കുന്നവനോടാണെങ്കിലും തന്നെ വേദനിപ്പിക്കുന്നവനോടാണെങ്കിലും. ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ വേദനകൾ തന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് നമ്മൾ കാണിക്കേണ്ട മനോഭാവം നമ്മളുടെ മഹത്വം അനുസരിച്ച് വ്യത്യാസപ്പെടും. ദൈവ മക്കളുടെ മഹത്വം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ ജീവിത പങ്കാളിയോടും നമ്മളുടെ ജീവിതത്തിലെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളോടും നമ്മളുടെ സഹോദരങ്ങളോടും നമുക്ക് കരുണ കാണിക്കുവാനുള്ള ഒരു വലിയ മനസ്ഥിതി കൈവരും. നമ്മൾ അവരുടെ ജീവിതത്തിൽ നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളോ നൽകേണ്ട സ്ഥലങ്ങളിൽ അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നത് പാടില്ല എന്നല്ല. എന്നാൽ അതേസമയം നമ്മളുടെ കരുണ നമ്മുടെ ഹൃദയത്തിൽ മുറ്റി നിൽക്കുക തന്നെ ചെയ്യും. ഞാൻ ഒന്ന് ചോദിക്കാമല്ലോ, നമ്മളുടെ വീടുകളിലെല്ലാം
കുഞ്ഞുങ്ങളുണ്ട്, അഥവാ കുഞ്ഞുങ്ങളെ കാണുന്നവരാണ് നമ്മൾ. നമ്മളുടെ എല്ലാവരുടെയും മുൻപിലൂടെ കടന്നു വരുന്ന ഒരു കുഞ്ഞ് എപ്പോഴെങ്കിലും നമ്മളോടൊരു തെറ്റ് കാണിച്ചാൽ ആ കുഞ്ഞിനോട് നമ്മൾ ഒരിക്കലും കയർക്കാറില്ല. ആ കുഞ്ഞിനെ നമ്മൾ ഒരിക്കലും ശിക്ഷിക്കാനും നോക്കാറില്ല. ആ കുഞ്ഞിനോട് നമ്മൾ സ്നേഹമാണ് കാണിക്കുക. നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഓമനത്തമുള്ളൊരു കുഞ്ഞ് നമ്മളെ നോക്കി ഒരു ചീത്ത വാക്ക് പറഞ്ഞാൽ ഇളിഭ്യതയും ജാള്യതയും ഉണ്ടായാൽ പോലും ആ കുഞ്ഞിനെ ആ പറഞ്ഞ വാക്കിനനുസരിച്ച് ശിക്ഷിക്കാനോ നമ്മൾ ശാസിക്കാനോ ശ്രമിക്കില്ല. ആ വീട്ടിലുള്ളവർ അത് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മളത് പൊയ്ക്കോട്ടെ, കുഞ്ഞല്ലേ എന്ന് പറയും. ജാള്യത മറച്ചു വയ്ക്കാൻ നമ്മൾ തയ്യാറാകും. എന്തുകൊണ്ടാണ്? ആ കുഞ്ഞിനേക്കാൾ ഔന്നിത്യം നമുക്കുണ്ട് എന്ന് നമുക്കറിയാവുന്നത് കൊണ്ടാണ്. എന്നാൽ മറ്റു വ്യക്തികളുടെ മുമ്പിൽ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുന്ന സ്ഥലത്ത് മറ്റു വ്യക്തികളെക്കാൾ ഔന്നിത്യം എനിക്കുണ്ട് എന്ന തിരിച്ചറിവ്, ദൈവമക്കളുടെ ഔന്നിത്യം എനിക്കുണ്ട് എന്ന തിരിച്ചറിവ് എനിക്ക് നഷ്ടപ്പെടുന്നിടത്ത് സാധാരണക്കാരായ ദൈവമക്കളുടെ ബോധ്യമില്ലാത്ത ആളുകളുടെ ഭാഗത്തുനിന്ന് വരുന്ന പിഴവുകളെ നോക്കി കരുണ കാണിക്കുവാൻ നമുക്കാകാതെ വരുന്നു. പ്രിയമുള്ളവരെ, കരുണയാണ് വീട്ടിൽ, നമുക്ക് കുടുംബത്തിൽ, കുടുംബജീവിതത്തിൽ, സുഹൃത്ത് ബന്ധങ്ങളിൽ എല്ലായിടത്തും ദൈവസ്നേഹത്തെ ഇറക്കിക്കൊണ്ടുവരുവാനായി ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ കഴിവ്. ഒരിക്കൽ ഒരു സുവിശേഷകനുണ്ടായിരുന്നു. ഈ സുവിശേഷകൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നൊരു കഥയാണ്. യൂറോപ്പിലുള്ള ആളാണ്. അദ്ദേഹം വലിയ കോപിഷ്ഠനായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല പ്രസംഗമായിരുന്നെങ്കിലും അദ്ദേഹം എവിടെ പോയാലും ആളുകളുടെ അടുക്കൽ കോപത്തോടെ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ കടന്നു ചെന്നു. ഈ സുഹൃത്തും ഒരു സുവിശേഷകനാണ്, എന്നാൽ ഈ സുവിശേഷകനോളം പ്രശസ്തനല്ല. സുഹൃത്തിൻ്റെ വീട്ടിൽ കടന്നു ചെന്ന് കണ്ടതിനും തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ സുഹൃത്തിൻ്റെ അടുത്ത് കോപിക്കുകയും അന്നത്തെ ആ വീട്ടിലെ സൽക്കാരം അലങ്കോലമാക്കി ഈ സുവിശേഷകൻ തിരിച്ചു പോവുകയും ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് ഈ സുവിശേഷകൻ്റെ മക്കൾ, ആ ആതിഥേയനായിരുന്ന സുവിശേഷകൻ്റെ മക്കൾ അതിഥിയായി വന്ന മഹാനായ ഈ വചനപ്രഘോഷകനെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം ഈ തൻ്റെ പെൺമക്കളോട് മുറ്റത്തേക്ക് ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പീച്ച് പഴങ്ങൾ പറിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഇത് കേട്ടിട്ട് മക്കൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പീച്ച് പഴങ്ങൾ പറിക്കാൻ പോയി. അവർ അതുപോലെ തിരിച്ചു വന്നിട്ട് അവർ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ പീച്ച് പഴങ്ങൾ എന്തിനാണ് അച്ഛൻ ഇപ്പോൾ ആവശ്യം, പപ്പായ്ക്ക് ഇപ്പോൾ ആവശ്യം? അത് പഴുത്തിട്ടില്ല, അത് പച്ചയാണ്. അപ്പോൾ അയാൾ ചോദിച്ചു, എപ്പോൾ പഴുക്കും? അപ്പോൾ മക്കൾ മറുപടി പറഞ്ഞു, കുറച്ച് ദിവസം കൂടെ വെയിലും മഴയുമൊക്കെ കൊണ്ടു കഴിയുമ്പോൾ ഈ പീച്ച് പഴങ്ങൾ പഴുത്തുകൊള്ളും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുറച്ച് ദിവസങ്ങൾ കൂടെ വെയിലും പഴവും കൊണ്ടു കഴിയുമ്പോൾ ആ സുവിശേഷകനും പഴുത്തുകൊള്ളും, അവനും ശരിയായിക്കൊള്ളും. അതെ, ദൈവത്തിൻ്റെ വചനവും കരുണയും പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനവും ഉണ്ടാകുന്നതിനനുസരിച്ച് അവന് മാറ്റം വന്നുകൊള്ളും. അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക എന്നാണ് ആ മക്കൾക്ക് അദ്ദേഹം നൽകിയ ഒരു മറുപടി. അത് സത്യമായി തീരുകയും പിന്നീട് ആ സുവിശേഷകൻ കർത്താവിൻ്റെ വചനത്തിൻ്റെ സ്പർശനത്താൽ, കരുണയുടെ സ്പർശനത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിനാൽ വിശുദ്ധ ജീവിതമുള്ള ശാന്തശീലനായ ഒരു മനുഷ്യനായി തീരുകയും ചെയ്തുവെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ വീട്ടിൽ ഒരുപക്ഷെ കുറച്ചുകൂടെ വെയിലും മഴയും കൊള്ളേണ്ട വ്യക്തികളുണ്ടായിരിക്കാം. അവർ പാകമല്ലായിരിക്കാം, എന്നാൽ പഴുത്ത് വരുന്നേ ഉള്ളായിരിക്കാം. ഏതെങ്കിലും ഒരു കാരണവശാൽ അവരുടെ ജീവിതത്തിലെ പാകമല്ലാത്ത അവസ്ഥ നമ്മളുടെ ദൃഷ്ടിയിൽപ്പെടുമ്പോൾ നമ്മൾ കാണിക്കേണ്ടത് കരുണയാണ്. അത് പറിച്ചു കളയുകയല്ല, പകരം അവർ ഇനിയും പാകമാകുവാനായി വെയിലും മഴയും അവരുടെ മേൽ പതിക്കുവാൻ വെയിലിൻ്റെയും മഴയുടെയും നാഥനായ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളുടെ വീട്ടിലെ ഓരോ വ്യക്തിയുടെയും ആത്മീയമായ ഫോർമേഷൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ്. നമ്മൾ കരുണ കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മളോട് ബന്ധപ്പെട്ടിരിക്കുന്നവരോട് ആരു കരുണ കാണിക്കും? നമ്മളുടെ വീടിനടുത്ത്, നമ്മളുടെ ചുറ്റുവട്ടത്തിൽ, നമ്മളുടെ കുടുംബത്തിൽ കരുണ ആവശ്യമുള്ള ഒരാളെ കാണുമ്പോൾ നീ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ആ വ്യക്തിക്ക് ആരാണ് കരുണ കൊടുക്കേണ്ടത്? ആ വ്യക്തിക്ക് കരുണ കൊടുക്കേണ്ടത് ദൈവമാണ്. എന്നാൽ ദൈവം ഇന്ന് ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഒരാളെ അവരോധിച്ചിരിക്കുന്നു. അതാണ് നീ. ദൈവത്തിൻ്റെ കരുണ ആ വ്യക്തിക്ക് കൊടുക്കാനായി ദൈവം ഉത്തരവാദിത്തത്തോടെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് നീ. ദൈവം പാപികളോട് കരുണ കാണിക്കുന്നവനാണെങ്കിൽ, പാപിയായ ഒരു വ്യക്തി നിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ബലഹീനതകളോടുകൂടെ നിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ നീ അറിഞ്ഞുകൊള്ളുക, ദൈവത്തിൻ്റെ കരുണ നൽകുക എന്ന ഉത്തരവാദിത്വം നൽകുവാൻ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നീ. ദൈവത്തിൻ്റെ കരുണ ആ വ്യക്തിക്ക് കൈമാറുകയും ആ വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ പ്രകാശവും ആത്മവർഷവും ഉണ്ടാകുവാൻ
നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദൈവത്തിൻ്റെ വെളിച്ചവും ദൈവത്തിൻ്റെ ആത്മാവും ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന നിമിഷം ഒരു ദിവസം ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ തരത്തിലുള്ള കാരുണ്യമർഹിക്കേണ്ടതായ വീഴ്ചകൾ വന്നു പോകുന്നതായ അവസ്ഥകളിൽ നിന്നെല്ലാം ആ വ്യക്തി വിമോചനം പ്രാപിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ശക്തമായ 1-2 വചനങ്ങൾ കൂടി ഞാൻ നമ്മളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം യേശുക്രിസ്തു ഒരുപാട് തവണ കോട്ട് ചെയ്തിട്ടുള്ള വളരെ മനോഹരമായ ഒരു ഗ്രന്ഥമാണ്. കത്തോലിക്ക ബൈബിളിൽ, നമ്മളുടെ ബൈബിളിൽ ഇത് വ്യക്തമായി എഴുതിയിരിക്കുന്ന ഈ പ്രഭാഷകനിലെ 28-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അയൽക്കാരനോട് പകവച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? തന്നെപ്പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ എന്ന് ഈ വചനം പറയുകയാണ്. പ്രിയമുള്ളവരെ, യേശു നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്: മറ്റുള്ളവരുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണം. പ്രഭാഷകൻ എന്ന ഈ പുസ്തകത്തിലെ ഈ വചനമാണ് കർത്താവ് തൻ്റെ പ്രാർത്ഥനയ്ക്ക് ആധാരമാക്കിയിരിക്കുന്നത്. കർത്താവ് നമ്മളോട് പറയുകയാണ്, ഏശയ്യ 54:10, നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരുത്തുകയില്ല. വിവാഹകാലത്ത് സമാധാന ഉടമ്പടി ചെയ്ത സുഹൃത്തെ, നിൻ്റെ ജീവിത പങ്കാളിയുടെ മുഖത്ത് നോക്കി ഈ ഒരു വചനം നിനക്ക് പറയാനാകുമോ? മലകൾ മാറിപ്പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാലും എൻ്റെ സ്നേഹം നിന്നെ പിരിയത്തില്ല. കാരണം ഞാൻ നിനക്ക് നൽകിയ വിവാഹ ഉടമ്പടി ഞാൻ നിന്നെ ഒരിക്കലും പിരിയുകയില്ല എന്നതാണ്. ആ സ്നേഹം ഒരിക്കലും പിരിയുകയില്ല എന്ന് മുഖത്തേക്ക് നോക്കി പറയാനാകുമോ? കുഞ്ഞുങ്ങളോട് പറയാനാകുമോ? സഹോദരങ്ങളോട് പറയാനാകുമോ? എൻ്റെ സ്നേഹം നിന്നെ പിരിയത്തില്ല. നിൻ്റെ ജീവിതത്തിലെ ചില സ്വഭാവങ്ങളൊക്കെ മാറിപ്പോയി, പക്ഷേ എൻ്റെ സ്നേഹം നിന്നെ പിരിയത്തില്ല. കാരണം മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ. ഇങ്ങനെ പറയാൻ നിനക്ക് സാധിക്കട്ടെ, എനിക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകം മുഴുവനുമുള്ള എല്ലാ പ്രേക്ഷകരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. പരസ്പരം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ശാലോ മിനിസ്ട്രിയോട് ചേർന്ന് നമുക്ക് ദൈവത്തോട് ചോദിക്കാം, കർത്താവായ യേശുവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ കരുണയ്ക്കായി യാചിക്കുന്നു. ദൈവമേ, എല്ലാ ദിവസവും കരുണയുടെ ജപമാലയിലൂടെ അങ്ങയുടെ കരുണ യാചിക്കുന്ന ഞങ്ങൾക്ക് മറ്റു മനുഷ്യരോട് ഞങ്ങൾ കരുണ കൊടുക്കാനായി, കരുണ നൽകുവാനായി അങ്ങ് നൽകിയിരിക്കുന്ന സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തി അങ്ങയുടെ മക്കളെപ്പോലെ അങ്ങയുടെ വലിയ മക്കളായി തീർന്നുകൊണ്ട് അങ്ങയുടെ അത്യുന്നതമായ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട്, പുത്രസ്ഥാനം അലങ്കരിച്ചുകൊണ്ട് കരുണ നൽകുന്നവരായി തീരുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളും അങ്ങയുടെ മക്കളായി തീരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.